ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാൻല. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 5 ആണ്. അതിലെ എത്രയും ചിത്രം എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠം പാലക്കാട് കാറ്റാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ നല്ല സമുദ്രതീരമില്ലാത്ത ജില്ല എന്നിങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകളുള്ളതാണ് പാലക്കാട്. അപ്പം പാലക്കാടിൻ്റെ സംസ്കാരവും അതേപോലെ തന്നെ അവിടുത്തെ സാമൂഹിക ജീവിതവുമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഇത് എഴുതിയതാരാണ്? എസ് ഗുപ്തൻ നായരാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, കണ്ടെത്താം. ഉപന്യാസത്തിൽ പാലക്കാടൻ കാറ്റിനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഉപന്യാസത്തിൽ പാലക്കാടൻ കാറ്റിനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? മൊട്ടപ്പാറകളിൽ തട്ടി ചുരം വഴി ചീറ്റി വരുന്ന ചുടുകാറ്റിൻ്റെ നിരന്തരമായ കലമ്പലുകൾ പാലക്കാടിൻ്റെ മുഖമുദ്രയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പാലക്കാട് എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയ ജില്ലയും കൂടിയാണ്. അപ്പോൾ അവിടെ എന്താണ്? എപ്പോഴും ചൂടുകാറ്റാണ്. മൊട്ടപ്പാറകളിൽ തട്ടി ചുരം വഴി ചീറ്റി വരുന്ന ചൂടുകാറ്റിൻ്റെ നിരന്തരമായ കലമ്പലുകൾ പാലക്കാടിൻ്റെ മുഖമുദ്രയാണ്. വേനൽക്കാലത്ത് പാറക്കെട്ടുകളുടെ നടുവിലൂടെ ആഞ്ഞടിക്കുന്ന ചുടുകാറ്റായും ഹേമന്ത രാത്രികളിൽ നീലമലകളുടെ നിഹാര ശീതളിമയെ വഹിച്ചു കൊണ്ടെത്തുന്ന കുളിർക്കാറ്റായും മധ്യാഹ്നങ്ങളിൽ പൊടിപടലത്തെ വട്ടം ചുറ്റിക്കുന്ന ചുഴലിക്കാറ്റായും മാറി മാറി എത്തുന്നു എന്നാണ് ഉപന്യാസത്തിൽ പറയുന്നത്. ഇപ്പോൾ പാലക്കാട് കാറ്റ് ഇവിടെ 3 തരത്തിലാണ് വരുന്നത് അല്ലേ? വേനൽക്കാലത്ത് എന്താണ്? ചൂടുകാറ്റ്, അതേപോലെ തന്നെ ഹേമന്ത രാത്രികളിൽ കുളിർക്കാറ്റ്, അതേപോലെ മധ്യാഹ്നങ്ങളിൽ അതായത് ഉച്ചനേരങ്ങളിൽ പൊടിപടലത്തെ വട്ടം ചുറ്റിക്കുന്ന ചുഴലിക്കാറ്റ്. അങ്ങനെ പാലക്കാടൻ കാറ്റിനെ 3 കാറ്റുകളായിട്ടാണ് ഈ ഉപന്യാസത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കൽപ്പാത്തിയിൽ കാലം വരുത്തിയ മാറ്റമെന്ത്? കൽപ്പാത്തിയിൽ കാലം വരുത്തിയ മാറ്റമെന്ത്? കൽപ്പാത്തി യാഥാസ്ഥിതികത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. മറ്റ് സമുദായക്കാർക്കും ഗ്രാമവീതിയിലൂടെ നടക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച ആര്യ സമാജക്കാരെ തല്ലി ഓടിച്ചത് അവിടുത്തെ ഗ്രാമവാസികളാണ്. അപ്പോൾ കൽപ്പാത്തി എന്ന സ്ഥലം വളരെ യാഥാസ്ഥിതിക ആൾക്കാരുടെ ഒരു ഈറ്റില്ലമായിരുന്നു. അവർ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വിമുഖത കാണിക്കുന്നവരെയാണ് യാഥാസ്ഥിതികർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ പണ്ട് നിലനിന്ന് പോരുന്ന ആ രീതിയിൽ തന്നെ ജീവിക്കാനാണ് അവർക്കിഷ്ടം. അവിടുത്തെ ഗ്രാമവാസികൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ആര്യ സമാജക്കാർ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതാണ് 2ാമത്തെ സെൻറ്റൻസ് പറയുന്നത്. മറ്റു സമുദായക്കാർക്കും ഗ്രാമവീതിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ആര്യ സമാജക്കാരെ തല്ലി ഓടിച്ചത് അവിടുത്തെ ഗ്രാമവാസികളാണ്. അപ്പോൾ മാറ്റം വേണമെന്ന് പറഞ്ഞ ആര്യ സമാജക്കാരെ അവർ തല്ലി ഓടിച്ചു. ആണുങ്ങൾ കുറുവടിയായും പെണ്ണുങ്ങൾ ഉലക്കയുമാണ് അവയെ നേരിട്ടത്. ആ കാലം മാറി. ഇന്ന് ആർക്കും കൽപ്പാത്തിയിൽ കൂടി വഴി നടക്കാം. അവിടെ ഇപ്പോൾ മിശ്ര വിവാഹം പോലും നടക്കുന്നു. സംഗീത ഭ്രാന്തന്മാരായ അവിടത്തുകാർ കൽപ്പാത്തി രഥോത്സവത്തിന് നാദസ്വര വിദ്വാനായ ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബിനെ ഉത്സവത്തിന് പങ്കെടുപ്പിക്കുന്ന നിലയിൽ മാറുകയും ചെയ്തു. അപ്പോൾ പണ്ട് മറ്റുള്ള സമുദായക്കാർക്കൊന്നും കൽപ്പാത്തിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എന്താണ്? ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബിനെ വേണ്ടി ഉത്സവത്തിന് പങ്കെടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അത്രയും മാറ്റങ്ങളാണ് കൽപ്പാത്തിയിൽ വന്നത്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. പാലക്കാട്ടുകാർ പഴനിയാണ്ടവനെ പരദേശിയായി കാണാത്തതിന് ഉപന്യാസകാരൻ കണ്ടെത്തുന്ന കാരണമെന്ത്? പാലക്കാട്ടുകാർ പഴനിയാണ്ടവനെ പരദേശിയായി കാണാത്തതിന്. അപ്പോൾ പഴനിയാണ്ടവൻ പരദേശിയാണ്. പരദേശി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യനാട്ടിൽ നിന്ന് വന്നവരെയാണ് നമ്മൾ പരദേശി എന്ന് പറയുന്നത്. സ്വദേശി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തം നാട്ടിലുള്ളവർ. പരദേശി എന്ന് പറഞ്ഞാൽ മറ്റു നാട്ടിൽ നിന്ന് വന്നവർ. അപ്പോൾ പഴനിയാണ്ടവനെ പരദേശിയായി കണ്ടിട്ടില്ല, സ്വന്തം ദേശവാസിയായിട്ടാണ് കണ്ടത്. അതിന് ഉപന്യാസകാരൻ കണ്ടെത്തുന്ന കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പാലക്കാട്ടുകാർക്ക് തമിഴ്നാട്ടിലുള്ള പഴനിയിലേക്കും പൊള്ളാച്ചിയിലേക്കും പോയി വരാനുള്ള കാട്ടുവഴിയാണ് പാലക്കാട്ട് ചുരം. അപ്പുറവും ഇപ്പുറവും ഉള്ളവർക്ക് പോലും അറിയാതെ പാലക്കാട്ടുകാർക്ക് യഥേഷ്ടം കാവടി എടുക്കാനും വ്രതം നോക്കാനും കഴിയും. പഴനിയിൽ എത്തിച്ചേരാനും അവിടേക്ക് വേണ്ടി വണ്ടി കയറാനും ഒക്കെയുള്ള സൗകര്യം മറ്റൊരു ദിക്കിലുള്ളവർക്കും ഇതുപോലെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർക്ക് പഴനി ആണ്ടവൻ പരദേശിയല്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? പോയി വരാനുള്ള സൗകര്യം അല്ലേ?
ഒന്നും കൂടി വായിക്കാം. പാലക്കാട്ടുകാർക്ക് തമിഴ്നാട്ടിലുള്ള പഴനിയിലേക്കും പൊള്ളാച്ചിയിലേക്കും പോയി വരാനുള്ള കാട്ടുവഴിയാണ് പാലക്കാട് ചുരം. അപ്പുറവും ഇപ്പുറവും ഉള്ളവർ പോലും അറിയാതെ പാലക്കാട്ടുകാർക്ക് യഥേഷ്ടം കാവടി എടുക്കാനും വ്രതം നോക്കാനും കഴിയും. പഴനിയിൽ എത്തിച്ചേരാനും അവിടേക്ക് വണ്ടി കയറാനും ഒക്കെയുള്ള സൗകര്യം മറ്റൊരു ദിക്കിലുള്ളവർക്കും ഇതുപോലെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർക്ക് പഴനി ആണ്ടവൻ പരദേശിയല്ല. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, സവിശേഷതകൾ കണ്ടെത്താം. ഓക്കെ, തപ്താനിലൻ, കുളിർക്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നീ പദങ്ങൾ പാലക്കാടൻ കാറ്റിന് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ പാലക്കാടിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ നമ്മൾ വെളിവാകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പാലക്കാടൻ കാറ്റിനെ പറയുന്നത്? തപ്താനിലൻ, കുളിർക്കാറ്റ്, ചുഴലിക്കാറ്റ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ് പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പാലക്കാടിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ വെളിവാകുന്നു. അപ്പോൾ പാലക്കാട് അനുഭവപ്പെടുന്ന കാറ്റിനെ തപ്താനിലൻ, കുളിർക്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നീ പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആ നാടിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഇതിലൂടെ വെളിവാകുന്നത്. മൊട്ടപ്പാറകളിൽ തട്ടി ചുരം വഴി ചീറ്റിവരുന്ന ചൂടുകാറ്റിൻ്റെ നിരന്തരമായ കലമ്പൽ പാലക്കാടിൻ്റെ സവിശേഷതകളിലൊന്നാണ്. മാത്രവുമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള അവിടെ വേനൽക്കാലത്ത് പാറക്കെട്ടുകൾക്കിടയിലൂടെ ചൂടുകാറ്റടിക്കുന്നു. ഹേമന്ത രാത്രിയിൽ കുളിർക്കാറ്റും ഉച്ചനേരങ്ങളിൽ പൊടിപടലം പറത്തുന്ന ചുഴലിക്കാറ്റും പാലക്കാട് സാധാരണയാണ്. ഇപ്പോൾ പാലക്കാട് കാറ്റ് എന്തൊക്കെയാണ്? 3 തരത്തിലാണ്. ഒന്ന് ചുടുകാറ്റ്, ഒന്ന് കുളിർക്കാറ്റ്, മൂന്നാമത്തേതായിട്ട് ചുഴലിക്കാറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉപന്യാസത്തിന് പാലക്കാടൻ കാറ്റെന്നാണല്ലോ ശീർഷകം നൽകിയിരിക്കുന്നത്. ഇതിലെ ഔചിത്യം എന്ത്? ഇപ്പോൾ ഈ പാഠഭാഗത്തിന് എന്താണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്? പാലക്കാടൻ കാറ്റ് എന്നാണ്. അപ്പോൾ അതെന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലക്കാടിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയുമൊക്കെ അനാവരണം ചെയ്യുന്ന ഉപന്യാസമാണ് പാലക്കാടൻ കാറ്റ്. ഇപ്പം പാലക്കാടിൻ്റെ ചരിത്രവും അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയും അവിടുത്തെ ഭൂപ്രകൃതിയുമൊക്കെ അനാവരണം ചെയ്യുന്ന ഉപന്യാസമാണ് പാലക്കാടൻ കാറ്റ്. ഇതിൽ ആ നഗരത്തിൻ്റെ പാരമ്പര്യവും ജീവിതശൈലിയും ഒക്കെ വ്യക്തമാകുന്നുണ്ട്. അവിടുത്തെ അഗ്രഹാരങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയൊക്കെ സവിശേഷതയും അതിലുണ്ട്. അതുപോലെ പാലക്കാട്ടെ ചുരം, കൽപ്പാത്തി രഥോത്സവം, അവിടുത്തെ അനശ്വരമായ സംഗീത പ്രതിഭകളെയും അവരുടെ പിന്മുറക്കാരെക്കുറിച്ചെല്ലാം വിശദമാക്കുന്നുണ്ട്. ഏറ്റവും ചൂടുകൂടിയ ഈ നഗരത്തെ അലട്ടുന്ന വിവിധ തരത്തിലുള്ള കാറ്റുമായി ബന്ധിപ്പിച്ചാണ് ഉപന്യാസത്തിന് ശീർഷകം നൽകിയിട്ടുള്ളത്. മൊട്ടപ്പാറകളിൽ തട്ടി ചുരം വഴി ചീറിപ്പാഞ്ഞു വരുന്ന ചൂടുകാറ്റിൻ്റെ നിരന്തരമായ കലമ്പലാണ് പാലക്കാടിൻ്റെ മുഖമുദ്ര. അത് വേനൽക്കാലത്ത് പാറക്കെട്ടുകളുടെ നടുവിലൂടെ ആഞ്ഞടിക്കുന്ന ചുടുകാറ്റായും ഹേമന്തരാത്രികളിൽ കുളിർക്കാറ്റായും മധ്യാഹ്നങ്ങളിൽ പൊടിപടലത്തെ വട്ടം ചുറ്റി കൊന്ന ചുഴലിക്കാറ്റായും മാറി മാറി വരുന്നു. അപ്പോൾ ഈ ഉപന്യാസത്തിന് പാലക്കാടൻ കാറ്റ് എന്ന് പറയുന്ന ശീർഷകം കൊടുക്കുന്നതിന് കാരണം എന്താണ്? പാലക്കാടിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം പറയുന്നത്. പാലക്കാടത്തിൻ്റെ ചരിത്രം, അതേപോലെ സാമൂഹിക വ്യവസ്ഥ, അവിടുത്തെ അഗ്രഹാരങ്ങൾ, അവിടുത്തെ രഥോത്സവം, അവിടുത്തെ അനശ്വരമായ സംഗീത പ്രതിഭകൾ, അവരുടെ പിന്മുറക്കാർ തുടങ്ങിയവരെ കുറിച്ചാണ് ഈ പാഠഭാഗം, ഈ ഉപന്യാസം വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് പാലക്കാടൻ കാറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3, പദച്ചേർച്ചകൾ പദങ്ങൾ പിരിച്ചെഴുതി നോക്കാനാണ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ജമന്തി പൂകൾ, ജമന്തി പ്ലസ് പൂകൾ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പൂകൾ എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ എന്തായി? 2 പാ ഉണ്ടായിരുന്നു. ആ പാ ഇരട്ടിച്ചിട്ടായിരുന്നു ആദ്യം. കൂടി ചേരുമ്പോൾ പാ ഇരട്ടിച്ചു, വേർതിരിച്ചപ്പോൾ പാ ഒറ്റയായി. അതാണ് വ്യത്യാസം. അപ്പം ജമന്തി പൂവുകൾ നമുക്ക് ജമന്തി പ്ലസ് പൂവുകൾ എന്ന് പറയാം. അതേപോലെ മൊട്ടക്കുന്നുകൾ, മൊട്ട പ്ലസ് കുന്നുകൾ. അപ്പോൾ മൊട്ടക്കുന്നുകൾ ഒന്നിച്ച് നിന്നപ്പോൾ കാ ഇരട്ടിച്ചിരുന്നു, പിരിച്ചെഴുതപ്പോൾ കാ ഒറ്റക്കാണ് നിൽക്കുന്നത്. ചുഴലിക്കാറ്റ്, ചുഴലി പ്ലസ് കാറ്റ്. ഓക്കെ, ഇനി അടുത്തത് നെൽപ്പാടം, നെൽ പ്ലസ് പാടം. നിറപ്പൊലിമ, നിറ പ്ലസ് പൊലിമ. പാറക്കെട്ട്, പാറ പ്ലസ് കെട്ട്. ഓക്കെ, ചേർത്ത് എഴുതിയപ്പോൾ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തും മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പിരിച്ചെഴുതിയ പദങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായി കാണാം. ജമന്തി പ്ലസ് പൂക്കൾ ചേർത്ത് എഴുതിയപ്പോൾ ജമന്തി പൂവുകൾ എന്ന് മാറുന്നു. പൂവുകൾ എന്നതിലെ ആദ്യ വർണ്ണമായ പാ ഇരട്ടിച്ചു. ഇങ്ങനെ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെ ദ്വിത്വസന്ധി എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഇങ്ങനത്തെ സന്ധികൾ, അതായത് ഇരട്ടിക്കുന്നതിനെ എന്തിനാ കൂടിച്ചേർക്കുമ്പോൾ ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം 4 ഉപന്യാസം തയ്യാറാക്കാനാണ്. ഓക്കെ, പാലക്കാടിൻ്റെ ചില സവിശേഷതകൾ ഉപന്യാസത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവ കണ്ടെത്തി പട്ടികയാക്കാനാണ് ആദ്യം പറഞ്ഞത്. ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് തുടങ്ങുകയാണെന്ന് വെച്ചാൽ പാലക്കാട്ട് ചുരം, വടക്കന്തറ, താരക്കാട്, ജൈനമേട്. ഓക്കെ,
ഇനി ചരിത്രപരമായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും പടയോട്ടം, ആര്യ സമാജക്കാരെ കൽപ്പാത്തിയിലൂടെ ഗ്രാമവാസികൾ തള്ളിവിട്ടത്, അതേപോലെ പാലക്കാട്ടെ പഴയ രാജാക്കന്മാർ തഞ്ചാവൂരിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. ഇതൊക്കെയാണ് ചരിത്രം, പാലക്കാടുമായി ബന്ധപ്പെട്ട ചരിത്രമാണിത്. ഓക്കെ, ഏതൊക്കെയാണ്? ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും പടയോട്ടം, അതേപോലെ ആര്യ സമാജക്കാരെ കൽപ്പാത്തിയിലെ ഗ്രാമവാസികൾ തള്ളിവിട്ടത്, പാലക്കാട്ടെ പഴയ രാജാക്കന്മാർ തഞ്ചാവൂരിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. ഇനി ഭാഷ പറയാണ്ട് ചെട്ടി തമിഴ്, തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ 4 ഭാഷകളാണ് അവിടെ നിലനിന്നിരുന്നത്. വേഷം എന്താണ്? നിറം മങ്ങിയ കടുംചേല ചുറ്റിയ പുഷ്ടഗാത്രിയായ സ്ത്രീകളാണ് അവിടെ ഉള്ളത്. വീട്ടിലെ ചേല മുഴുവൻ വാരിക്കെട്ടി കൽപ്പാത്തി പുഴയിൽ മുക്കാൻ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ ഘോഷയാത്രയും നമുക്കവിടെ കാണാം. ഇനി കല എന്താണ്? കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ആരാണ് പ്രശസ്തരുണ്ടായിരുന്നത്? നൂറനി പരമേശ്വര ഭാഗവതർ, MD രാമനാഥൻ, വൈദ്യനാഥ ഭാഗവതർ, പാലക്കാട് മണി അയ്യർ, നാരായണ സ്വാമി. ഓക്കെ, അപ്പോൾ അത്രയും ഉൾപ്പെടുത്തി നമുക്ക് ചരിത്രം തയ്യാറാക്കാം. ഓക്കെ, ഇനി അടുത്ത ഉപന്യാസം തയ്യാറാക്കാം. ഇനി അടുത്ത പ്രവർത്തനം 5 എന്താണ്? പ്രവർത്തനം 5 സ്ഥലനാമ കൗതുകം. ഓക്കെ, സ്ഥലനാമങ്ങൾ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരംശമാണ് സ്ഥലനാമങ്ങൾ. ദേശത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധമുള്ള സ്ഥലനാമങ്ങളും കണ്ടെത്തി ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, നമുക്ക് ആദ്യം കോഴിക്കോടിനെ കുറിച്ച് തയ്യാറാക്കാം. ഓക്കെ, കുലശേഖര സാമ്രാജ്യത്തിൻ്റെ നാശത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും സമീപ പ്രദേശങ്ങളും പോർലാതിരി രാജാവ് ഭരിച്ചിരുന്നു. പോളനാടിൻ്റെ ഭാഗമായിരുന്നു. ആദ്യം ഈ കോഴിക്കോടും സമീപ പ്രദേശങ്ങളും പോർലാതിരി രാജാവ് ഭരിച്ചിരുന്ന പോളനാടിൻ്റെ ഭാഗമായിരുന്നു. ഏറനാട് നെടിയിരുപ്പിലെ ഏറടികൾ സമുദ്ര വാണിജ്യം നേരിട്ട് നടത്തുവാൻ പോളാതിരിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പോളനാട് പിടിച്ചെടുത്തു. പോളനാട്ടിൽ വേളാപുരം എന്ന സ്ഥലത്ത് ഒരു കോട്ടയും വലിയ മാളികയും കെട്ടി അവരുടെ ആസ്ഥാനം നെടിയിരുപ്പിൽ നിന്ന് കോയിൽ കോട്ടയിലേക്ക് മാറ്റി. അവിടുത്തെ രാജാക്കന്മാർ പൊതുവിൽ അറിയപ്പെടുന്നത് സ്വാമി തിരുമുൽപ്പാട് എന്നായിരുന്നു. പിന്നീട് സ്വാമി തിരുമുൽപ്പാട് എന്നത് സാമൂതിരി എന്ന് ചുരുങ്ങി. കോട്ടയാൽ ചുറ്റപ്പെട്ട കോയിൽ കോട്ടയാണ്. പിന്നീട് അത് കോഴിക്കോടായി എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രമാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേരെന്താണ്? എത്രയും ചിത്രം പാലക്കാടൻ അറ്റ് എസ് ഗുപ്തൻ നായരാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്